എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് പപ്സ് ആണേ, മുട്ട പപ്സ്. അതിനായിട്ട് തന്നെ ഇവിടെ ഇച്ചിരി സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാമേ. പാത്രം വെച്ചിട്ട് ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാമേ. വെളുത്തുള്ളി ഒന്ന് ചൂടായപ്പോൾ അരിഞ്ഞു വെച്ച 2 സവാള നീളത്തിലരിഞ്ഞതാണേ, കൊത്തി അരിഞ്ഞതല്ല. കൂടെ തന്നെ പച്ചമുളകും ഇട്ടു. നമുക്കൊന്ന് വാട്ടിയെടുക്കാം. വലുതായിട്ടൊന്നും കളർ വാടി വരണ്ട, ഒന്ന് പകുതിയൊന്ന് സോഫ്റ്റായാൽ മതി. മഞ്ഞളിട്ട് കൊടുത്ത് നമുക്കൊരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളിയുടെ കൂടെ ഇച്ചിരി ഉപ്പ് ഇടാം, അപ്പോൾ എളുപ്പം അങ്ങ് തക്കാളി സോഫ്റ്റ് ആകും. എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാമേ. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് പച്ചമണം മാറും വരെ ഒന്ന് ഇളക്കിയെടുക്കാം. തീയെ കുറച്ചിടണേ. ഇച്ചിരി ഗരം മസാല, 1/2 ടീസ്പൂണിലും കുറവ് ഗരം മസാല. വെള്ളം ഒഴിക്കല്ല മസാലയ്ക്കകത്ത്. ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് മുട്ട മുറിച്ചെടുക്കാം. ഒരു മുട്ട പൊട്ടിച്ച് ഒന്ന് അടിച്ച് പതപ്പിച്ച് മാറ്റി വെക്കാം. ഇത് ആവശ്യമുണ്ട്. അവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ ഉപ്പിട്ട് കുഴച്ച മൈദ വെച്ചിട്ട് ലൂസായിട്ടാണ് കുഴയ്ക്കേണ്ടത്. നമുക്ക് പരത്തിയെടുക്കാം. എത്രയും കട്ടി കുറച്ച് പരത്താം, അത്രയും കട്ടി കുറച്ചാണ് പരത്തേണ്ടത്. എന്നിട്ട് ഇതുപോലെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് മടക്കി വെക്കാം. ചഹല എണ്ണമയം തൂത്ത് കൊടുക്കാം. വീണ്ടും പരത്താം. എത്രയും പരത്താമോ അത്രയും നമുക്ക് പപ്സിന് ലെയർ കിട്ടും. ഇത് പരത്തി ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് പുഴുങ്ങി വെച്ച മുട്ട ആദ്യം ഇച്ചിരി മസാല ഇട്ട് എടുത്ത് വെച്ചു. നമ്മളുണ്ടാക്കിയ മസാല വെച്ചു. പിന്നെ പുഴുങ്ങിയ മുട്ട പകുതി വീതം എന്നിട്ട് ഇതിങ്ങനെ കാണിക്കുന്നത് പോലെ എന്നിട്ട് നമ്മൾ ആദ്യം ഒരു മുട്ട പതപ്പിച്ച് വെച്ചില്ലേ, അത് ഇതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ തൂത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്യാസേ വെച്ചാണേ. ഇവിടെ പപ്സ് നമ്മളുണ്ടാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. സോസും കൂടെ കൂട്ടി നമുക്ക് കഴിക്കാം. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.